ഹലോ ആം ഷഫൻ സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഹോട്ടൽ ഫീൽഡ് ആണോ ചൂസ് ചെയ്യുന്നത്, റെസ്റ്റോറന്റ് ഫീൽഡ് ആണോ ചൂസ് ചെയ്യുന്നത്? റെസ്റ്റോറന്റ് ഫീൽഡ് ആണെങ്കിലും ഹോട്ടൽ ഫീൽഡ് ആണെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കും, പക്ഷെ എല്ലാം ഉണ്ട്. ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, അതുകൂടാതെ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ ഹോട്ടൽ ഫീൽഡിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാലറി ലെസ് അല്ലേ എന്ന്. സാലറി ഒക്കെ ലെസ് ആണ്, ഒരു ബേസിക് ശമ്പളം നമുക്ക് കിട്ടും, പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസ് കൂടുതലാണ് നമ്മുടെ ഹോട്ടൽ ഫീൽഡിൽ. അതേസമയം റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, നമുക്ക് ഫുഡ് ഡ്യൂട്ടി ടൈമിലില്ല, പിന്നെ റൂമില്ല, പിന്നെ പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അവരെല്ലാം നമുക്ക് തരുന്ന പറയുമ്പോൾ ഒരു ഫിക്സഡ് സാലറി നമുക്ക് തരും. അതായത് ഒരു മാസം ഇത്ര ഫിക്സഡ് സാലറി നമുക്ക് അവർ തരും. ആ ഒരു സാലറിയിൽ നമ്മൾ ഒന്ന് ഫുഡ് നോക്കിക്കോണം, പിന്നെ റൂമിനുള്ളത് കൊടുക്കണം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം, പിന്നെ അല്ലാത്ത എക്സ്പെൻസീവ് എല്ലാത്തിനും ചിലവാകും. മനസ്സിലായോ? പക്ഷെ ഹോട്ടലാണെങ്കിൽ എല്ലാം ഇത് ഫ്രീ ആണ്. സാലറി ലെസ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഹോട്ടൽ ഫീൽഡിലോട്ട് ആദ്യം വർക്ക് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ദുബായിൽ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്കിവിടെ വിസിറ്റിംഗ് വിസയിലാണ് വരുന്നത്. വിസിറ്റിങ്ങിൽ വിസയ്ക്ക് വന്നിട്ട് 7 ദിവസം കൊണ്ട് ഞാൻ ജോലി മേടിച്ച ഒരാളാണ്. ആ 7 ദിവസം കൊണ്ട് മേടിച്ച ജോലി എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിലാണ് ജോലി മേടിച്ചത്. അതെനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ അബുദാബിയിലെ 57 കഫേ എന്ന് പറയും, അവിടെയാണ് ഞാൻ ജോലി ചെയ്തത്. പക്ഷെ അവിടെ ജോലി ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, മാഷാ അല്ലാഹ്. എന്നുവെച്ചാൽ എല്ലാം അടിപൊളിയായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ 9 hours ഡ്യൂട്ടിയേ ഉള്ളൂ, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നു, ശമ്പളം ഉണ്ടായിരുന്നു, സാലറി ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയം എന്നോട് വേറൊരു ഷെഫ് പറഞ്ഞു, അതായത് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ്, വേറൊരു ഷെഫ് പറഞ്ഞു. പുള്ളിയുടെ പേരെന്ന് പറയുമ്പോൾ ഹബീ ഷെഫ് എന്നാണ്. പുള്ളിയാണ് എന്നെ ഇവിടെ വണ്ണാണ്ടുള്ളിത്തെ പാമ്പിൽ കയറ്റിയത്. അപ്പോൾ പുള്ളി ഇന്നൊരു കാര്യം പറഞ്ഞു, നിനക്ക് ഹോട്ടൽ ഫീൽഡാണോ താല്പര്യം, റെസ്റ്റോറൻറ്റ് ഫീൽഡാണോ താല്പര്യം എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്കങ്ങ് ഇതായിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ എല്ലാം ഹോട്ടൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഫുള്ള് 5 star പ്രോപ്പർട്ടി, 3 star പ്രോപ്പർട്ടി, പിന്നെന്താ 4 star പ്രോപ്പർട്ടിയിലാണ് വർക്ക് ചെയ്തത്, മൊത്തം നാട്ടിൽ വർക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് ഹോട്ടൽ ഫീൽഡാണ് താല്പര്യം, റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടൽ ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ ഈ വണ്ണാണ്ടുള്ളിത്തെ പാമ്പിൽ ഇന്റർവ്യൂവിന് വന്ന ആളാണ്. അങ്ങനെ കയറിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമാവുന്നു. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ട് പോകുന്നു, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കടമ നിങ്ങളുടെയാണ്. മനസ്സിലായോ? നിങ്ങൾ എന്താവണം, നിങ്ങൾ എവിടെ എത്തണം എന്നുള്ള ചൂസ് ചെയ്യേണ്ട കടമ നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോ, ഹോട്ടലിൽ വർക്ക് ചെയ്യണോ അതോ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യണോ, അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോ. ഓക്കെ, അപ്പോൾ സുലാണ്. ബൈ.